ഹായ്, നിങ്ങളിപ്പോൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്ഫ്ലോ. സോ വെബ്ഫ്ലോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഈസി ആയി ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഗൂഗിളിൽ വന്ന് വെബ്ഫ്ലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കാരണം എനിക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോർമൽ ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ സൈനപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ ന്യൂ സൈറ്റ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ന്യൂ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് 3 ഓപ്ഷൻസാണ് വരുന്നത്: ബ്ലാങ്ക് സൈറ്റ്, ടെംപ്ലേറ്റ്, ട്യൂട്ടോറിയൽ. ഫസ്റ്റ് വന്ന് ബ്ലാങ്ക് സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത രീതിയിലായിരിക്കും ബ്ലാങ്ക് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് വന്ന് ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കിട്ടും. ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്ന് ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഗൈഡൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ടെംപ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇതിൽ അവൈലബിൾ ആയിട്ട് കാണാം. ഫ്രീ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് നോർമൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ആഡ് എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബട്ടൺസ് ആഡ് ചെയ്യണോ, ഇമേജസ് ആഡ് ചെയ്യണോ, അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെ ടൂൾസിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന് ഇപ്പോൾ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡിങ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എന്ത് ഹെഡിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹെഡിങ് അവിടെ ഇപ്പോൾ കോപ്പി ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ ഹെഡിങ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കേരളാസ് ലാർജസ്റ്റ് ഏജൻസി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ഫോണ്ട്, അതുപോലെ തന്നെ സൈസ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈസ്, പൊസിഷൻ, ഫോണ്ട് ഇതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ക്യാപ്ഷൻ വരുന്നുണ്ട്. എന്ത് കണ്ടൻറ്റാണോ ഉദ്ദേശിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് ചെറിയൊരു പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇമേജസ് ആഡ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സ് ഇതിൽ വന്ന് ഈ ഒരു കണ്ടെയ്നർ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം. സെറ്റിങ്സിൽ ഇമേജിൻ്റെ അവിടെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മീഡിയ ലൈബ്രറിയിൽ ആ ഇമേജ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൽ ഓൾറെഡി നമ്മളോട് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ വെബ്സൈറ്റിലോട്ട് അത് ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസിന് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സർവീസിന് സ്യൂട്ടായ രീതിയിൽ ഫുള്ളി കണ്ടൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ പബ്ലിഷ് ചെയ്യാം, ഇവിടെ വന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പബ്ലിഷിൽ പ്രൊഡക്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് കസ്റ്റം ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റം ഡൊമൈൻ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു വെബ്ഫ്ലോ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് SEO ചെയ്യണം. നോർമലി നമ്മൾ എല്ലാ സൈറ്റിലും വെബ്സൈറ്റുകളും SEO ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ വെബ്ഫ്ലോ യൂസ് ചെയ്തേക്കുന്ന വെബ്സൈറ്റ് നമുക്ക് SEO ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അക്കാദമി.